ഒരുപാട് നാളായിട്ട് കുറേ വീഡിയോസൊക്കെ കാണുമ്പം അതിൻ്റെ അടിയിലെ കമൻ്റായിട്ട് ചിലർ പറയുന്നുണ്ട്, തള്ളയ്ക്ക് തൊഴിലുറപ്പിന് നോക്കിക്കൂടെ, പിന്നെ നിനക്ക് തൊഴിലുറപ്പിനെ കാണാൻ പൊക്കൂടെ. അത് കൊച്ചു പിള്ളേരായാലും പ്രായമുള്ള സ്ത്രീകളായാലും ആരുടെ ആയാലും വരുന്ന കമൻ്റാണ്. അത് കുറേ നാളുകൊണ്ട് ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഇത്ര പുച്ഛം എന്തെല്ലാവർക്കും. തൊഴിലുറപ്പിന് പോയാൽ എന്ത്? തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാമോ? ഞാനും പോയിട്ടുണ്ട്. ഞാൻ കൺവീനറായിട്ട് നിന്നിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ആ കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ, ചിലരെ വിചാരം തൊഴിലുറപ്പിന് പോയി കിടന്ന് ഉറങ്ങിയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നാണ്. ഈ പറയുന്നവർ മൊത്തം ആ പാമ്പും കൂട്ടത്തിലും പെരുമ്പാമ്പിൻ്റെ ഇടയ്ക്കൊക്കെ കയറി ജോലി ചെയ്ത് നോക്കണം, അപ്പോഴറിയാം അതിൻ്റെ ഇത്. പറയുന്ന കുറേ കമൻറ്റുകൾ, തൊഴിലുറപ്പിന് പോ, കുറേ നാളുകൊണ്ട് കേൾക്കുന്നു തൊഴിലുറപ്പിന് പോ. തൊഴിലുറപ്പുകാരെ മേലെ ഇനി കുറ്റം പറയരുത്. പിന്നെ ആ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കൈയും പൊട്ടി നല്ല രീതിയിൽ നമ്മൾ പൈസ വരുമ്പം ആധാരം കൊണ്ട് അക്ഷയയിൽ നിന്ന് പൈസ എടുത്ത് മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്ന ആ ഒരു ഇത് ഈ കമൻ്റ് ഇടാൻ വരുന്നവർക്ക് അറിയത്തില്ല. അത് ചെയ്തവർക്കേ അതറിയാവൂ. തൊഴിലുറപ്പിന് പോ, നല്ല രീതിയിൽ പറ. എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തൊഴിലുറപ്പിന് പോ എന്ന് പറ. ഇതങ്ങനെയല്ല, ഒരു പുച്ഛത്തോടു കൂടിയാണ് തൊഴിലുറപ്പിനെങ്ങാനും പൊക്കൂടെ എന്ന് പറയുന്നത്. തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട്. കുറേ കമൻറ്റുകളും ഇതിനായിട്ട് മാത്രം ഇരിക്കുന്ന കുറേ എണ്ണമുണ്ട്. സത്യം പറഞ്ഞ തൊഴിലുറപ്പിന് പോകണോ, ഇൻസ്റ്റയിലിരുന്നത് ചെയ്യണോ, അല്ലെങ്കിൽ യൂട്യൂബിലിരുന്നത് ചെയ്യണോ, അങ്ങനെയൊക്കെ അതൊക്കെ അവരുടേതായ ഒരു ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പം നിങ്ങൾ പറയും പോലെ ആയിരിക്കണോ ഞാൻ ചെയ്യുന്നത്? അത് ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ.